മുറാദാബാദി ബിരിയാണി കഥ ഇൻ ബീഹാർ. ഈ കാണുന്ന പുക സിഗരറ്റിന്റെ ലട്ടോ, അത് തണുപ്പ് കൂടിയന്റെയാണ്. അങ്ങനെ ഞാനും ഷാമിലും ആസിമും തൊയ്ബും രാത്രി ഇറങ്ങി. തണുപ്പത്ത് ചൂടുള്ള മുറാദാബാദി ബിരിയാണി ആയിരുന്നു ലക്ഷ്യം. അല്ലെങ്കിലേ മുമ്പൊക്കെ കാണുന്നില്ല. അപ്പോഴാണ് ഒരു ഹിന്ദി മോയന്തിന്റെ മഞ്ഞലൈറ്റ്. ഇവിടുന്ന് 6 കിലോമീറ്റർ പോയാലേ ബിരിയാണി കടയൊക്കെ എത്തുള്ളൂ. ഈ തണുപ്പത്ത് ഞങ്ങളെ കാണുമ്പോൾ പണ്ട് കൊതുക് വരുമെന്നും പറഞ്ഞ് ഉമ്മച്ചി റൂമിൽ കുന്തിരിക്കം കത്തിച്ച് ഓർമ്മയുണ്ട്. അന്ന് ഞാനും അനിയനും ഇപ്പൊ ഇതേപോലെ പെട്ടിരുന്നു. ഇവിടുത്തെ എല്ലാ ബിരിയാണി കടന്റെ മുമ്പിലും 2 ചട്ടി ഉണ്ടാവും. മത്തങ്ങ പോലത്തെ ചട്ടി, അതിന്റെ അപ്പുറത്തൊരു പട്ടി. ഇവിടെ കിലോ നോക്കിയിട്ടാണ് ചോറ് കൊടുക്കണത്. 1/2 കിലോക്ക് 100. നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോ പെരുലാഭാണ്. അങ്ങനെ ബിരിയാണി ടേബിളിലെത്തി ഞാനും ഷാമിലും ആസിമും തൊയ്ബും യുദ്ധം തുടങ്ങി. ഈ ക്ലിപ്പ് കണ്ടിട്ട് പറയും എന്റെ കണ്ണ് പൂച്ചക്കണ്ണ് മാറിയിട്ടുണ്ടോന്ന്. പണ്ട് സ്കൂളിൽ നീ പേരും പറഞ്ഞ് കുറെ ആൾ കളിയാക്കിയിരുന്നു. പിന്നെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിരിയാണി ബഹുത് അച്ഛാ, മസ്തുതാ. ഫുഡ് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ബായിനെ അപ്രീസിയേറ്റ് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് മടങ്ങി. തിരിച്ചും 7 കിലോമീറ്റർ നിന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ. അങ്ങനെ റൂമിലെത്തി ഒരു സമൂസ കടിച്ചു. ഇവിടുത്തെ സമൂസ ത്രികോണല്ല കേട്ടോ, ഏകദേശം നാട്ടിലത്തെ ഒരു പുകട മാറി ഇരിക്കും. പിന്നെ അതിന്റെ ശേഷം കുറെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിരുന്നു. അത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. ഇനി ഫുഡ് കാണിച്ച സൂമിന്റെ ആങ്ങളെന്ന് പറഞ്ഞ ഓരോരുത്തർ വരും. കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. അതുവരേക്കും മാസലാമ.